ഗവർണർക്കെതിരായ എസ്എഫ്ഐ പ്രതിഷേധം തെമ്മാടിത്തരമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അത് തുടർന്നാൽ നവകേരള സദസ്സ് വേദിയിലേക്ക് ബിജെപി പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് ധിക്കാരവും കാണിക്കാൻ സാധിക്കുമെന്നുള്ള തെറ്റായ ധാരണയാണ് സിപിഎമ്മിനെ നയിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ നയിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ നടപ്പില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവർണർ ഇതിലൊന്നും പരിഭ്രാന്തി കൊള്ളുന്ന ആളല്ല. ഗവർണർ പതിവിലും സന്തോഷവാനായിട്ടാണ് ഞാനിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയെയും അദ്ദേഹം ഭയപ്പെടുന്നില്ല, ഒരു ഭീഷണിയെയും ഗവർണർ ഭയപ്പെടുന്നില്ല. കേരളത്തിൽ നിയമവാഴ്ച ഉറപ്പാക്കാൻ തന്നെ വന്നിരിക്കുന്ന ഒരു ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമവും നിയമവാഴ്ചയും ഇവിടെ ഉറപ്പാക്കാൻ തന്നെ വന്നിരിക്കുന്ന ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിയാണ് അദ്ദേഹത്തോട് സർവകലാശാലകളിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. സർവകലാശാലകളിലെ എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള അധികാരം ചാൻസലർക്കാണ് എന്ന് വ്യക്തമായ സുപ്രീം കോടതി വിധിയാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ആ സുപ്രീം കോടതി വിധി വന്നപ്പോൾ സർവകലാശാലകളുടെ നിയന്ത്രണമെല്ലാം കയ്യിൽ നിന്ന് പോകും, എല്ലാ യൂണിവേഴ്സിറ്റികളും AKG സെന്ററിൽ ഇരുന്ന് ഭരിക്കാമെന്ന് വിചാരിച്ചവരുടെ വെപ്രാളമാണ് ഇപ്പോൾ കാണുന്നത്. അതിനി കേരളത്തിൽ നടപ്പില്ല. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിലും സർവകലാശാലകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പൊ കാണുന്നത്. അല്ല, തെമ്മാടി കൂട്ടങ്ങളെ തെരുവിലിറക്കുമ്പോ പോലീസുകാർ എന്ത് ചെയ്യും? ഒരു പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നേരിട്ട് ഗവർണർക്കെതിരായിട്ടുള്ള കലാപത്തിന് ശ്രമിക്കുകയല്ലേ? മുഖ്യമന്ത്രി തന്നെയാണ് ഈ കലാപത്തിന് പിന്നിൽ. CPM സെക്രട്ടറി തന്നെ പറയുന്നു വീണ്ടും തുടരും. ഗവർണർ താമസിക്കുന്നിടത്ത് വന്ന് ബഹളം വെക്കാൻ മാത്രം ഇത്രയും വിവരക്കേട് കാണിക്കുന്നവരാണോ സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ? അതൊന്നും ഒരാളും അംഗീകരിക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങിയിരിക്കുന്ന ഒരു നാടാണിത്. അതുപോലെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഗവർണറെ തുടർച്ചയായിട്ട് റോട്ടിലിറങ്ങാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ താമസിക്കുന്നിടത്ത് പോലും വന്ന് ബഹളം വെക്കാനാണ് SFIക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കുട്ടികളും നവകേരള സദസ്സിലേക്കൊക്കെ യൂത്ത് കോൺഗ്രസുകാർ പോകുന്നവരെ ആയിരിക്കില്ല പോയാല്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ തള്ളിവിടരുത്. നവകേരള സദസ്സ് പത്തനംതിട്ട എത്തിയേ ഉള്ളൂ, ഇനിയും 3 ജില്ല കടക്കാനുണ്ട്. ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ച ഒരു മര്യാദയുടെ മാതൃകയുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിന്റേതായ രീതികൾക്ക് ഒരു മര്യാദയുടെ ആ മര്യാദയുടെ അപ്പുറം ലക്ഷ്മണരേഖ കടന്നു പോവാൻ മുഖ്യമന്ത്രി നിർബന്ധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സെനറ്റിലേക്ക് സംഘപരിവാർ അനുകൂലികളായ ആളുകളുടെ പേര് നിർദ്ദേശിച്ചത് VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നാണെന്നാണ് ആർഷോ പറഞ്ഞിട്ടുള്ളത്. അല്ല, എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് കേട്ടത്. വാർത്തയിലേക്ക് തിരികെ